കുട്ടികളുടെ ഉല്ലാസത്തിനായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. വളർന്നു വരുന്ന തലമുറ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന കാര്യം രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ ബോധ്യപ്പെടുത്തണം. കുട്ടികൾക്ക് കളിച്ചു വളരാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത്. ഇതിനായി സ്കൂൾ വിടുന്നതിന് മുൻപ് നിശ്ചിത സമയം കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം അനുവദിക്കണം. എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുവാക്കൾക്കിടയിൽ രാസലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് സർക്കാർ ഗൗരവപരമായാണ് കാണുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിലെ ഈ മനോഭാവം ഭീതിജനകമാണ്. രാസലഹരി ഭാവി തലമുറയെ തന്നെ ബാധിക്കും. ഇതിനെതിരെ നല്ല തയ്യാറെടുപ്പാണ് സർക്കാർ നടത്തുന്നത്. നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ശക്തമാക്കും. ഇതിനായി വിദ്യാർത്ഥികളോട് നിരന്തരം ഇടപെടുന്ന അധ്യാപകർ കൗൺസിലർമാരായി മാറുകയാണ് വേണ്ടത്. അതിനുള്ള പരിശീലനം സർക്കാർ തലത്തിൽ നൽകും. ഒരു വിദ്യാർത്ഥി മയക്കുമരുന്നിന് അടിമപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് രഹസ്യമാക്കി വെക്കരുതെന്നും കൃത്യമായ കൗൺസിലിംഗും മറ്റും നൽകി മാറ്റിയെടുക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ പുതുജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ ഒറ്റപ്പെടുത്തരുതെന്നും ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏറെ പുരോഗതിയിലാണ്. ഈ വർഷം നല്ല തോതിൽ വിദേശത്തുള്ള വിദ്യാർത്ഥികൾ വരെ കേരളത്തിൽ വരുന്നുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് ലഭിക്കുന്ന യൂസർ ഫീയുടെ കാര്യത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പൂർണ്ണമായും യൂസർ ഫീ വാങ്ങാനുള്ള നടപടികൾ ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. സ്കൂളില് ഇപ്പോ കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ 10 to 5 ആണല്ലോ, 10 to 4 ആണല്ലോ സാധാരണ നടക്കുന്നത്. അപ്പോ അപ്പോഴേക്ക് പല കുട്ടികളും വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവും. ഈ സ്കൂൾ വിട്ട് ഇതൊരു വല്ലാത്ത അവസ്ഥയിൽ സ്കൂളിൽ വിട്ടുപോകുന്നൊരവസ്ഥയിൽ ആ കുട്ടികളെ ആകെ ഈ സമ്മർദ്ദമാകെ പോയി നല്ല ഉന്മേഷത്തിൽ അയക്കാൻ കഴിയും. വിടുന്ന് പോകുന്നത് നല്ല ഉന്മേഷത്തോടെയാവുന്നു കുട്ടികൾ. അതിനൊരു വഴിയായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം, സ്കൂളുകളിൽ ലോങ് ബെൽ അടിക്കുന്നതിന് മുമ്പ് ഒരു നിശ്ചിത സമയം കണക്കാക്കി ഒരു ബെല്ല് കൊടുക്കും. എല്ലാ കുട്ടികളും സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. അവിടെ വെച്ച് ഒരു കൂട്ടായ എക്സസൈസ്, സുബ ഡാൻസ് പോലെയുള്ള ഒരു പരിപാടി നടത്തും. എല്ലാവരും മാർത്ത് തിമിർത്തങ്ങ് കളിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നല്ലതുപോലെ വേർത്ത് ഇവരുടെ ആ മണിക്കൂറുകളിലെല്ലാം ഉണ്ടായ സമ്മർദ്ദം മുഴുവൻ പോയി നല്ല ഉന്മേഷത്തോടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ മാറും. ആ പരിപാടി സംഘടിപ്പിക്കണമെന്നും എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ മൈക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നും, കാരണം ഇതിന്റെ കൂട്ടത്തിലുള്ള അനൗൺസ്മെന്റും പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും ഒക്കെ ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അത് ആരംഭിക്കാൻ പറ്റുന്നിടത്ത് പെട്ടെന്ന് തന്നെ ആരംഭിക്കും, എല്ലാത്തിടത്തും ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അത്തരത്തിലുള്ള ഒരു ഭാഗം. അതിന്റെ കൂടെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട അധ്യാപകര് ഇതിനകത്ത് കൗൺസിലിംഗ് കൊടുക്കാൻ കഴിവുന്നവരായിട്ട് മാറും. അതിലൊരു പറ്റം അധ്യാപകരെ അങ്ങനെ എടുക്കുന്നു. എല്ലാം പ്രൊഫഷണൽ കൗൺസിലർമാർ തന്നെ ആവണമെന്നില്ല, കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്നവരാവണമെന്നില്ല. പ്രാഥമികമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ കൗൺസിലിംഗിന്റെ പ്രാഥമിക കാര്യങ്ങൾ അധ്യാപകർക്ക് നിർവഹിക്കാൻ പറ്റും. അങ്ങനെ ഒരു പറ്റം ആളുകൾ എടുക്കുക. അധ്യാപകർക്ക് അതിനാവശ്യമായ പരിശീലനം നൽകുന്നു. മൊത്തത്തിലുള്ള ചില യോഗങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അധ്യാപകരും അല്ലെങ്കിൽ സ്കൂളും കുടുംബവും ചെയ്യേണ്ട കാര്യം, ഒരു കുട്ടി മയക്കുമരുന്നിന് അടിപ്പെട്ടു, അത് രഹസ്യമാക്കി വെക്കാൻ പാടില്ല. സ്കൂളിന്റെ സൽപ്പേരും കുടുംബത്തിന്റെ അന്തസ്സും ഓർത്ത് ഈ പേര് ഇത് പുറത്തു പറയണ്ട എന്ന നിലയിൽ എടുക്കാൻ പാടില്ല. പുറത്തു പറയണ്ട എന്ന് പറഞ്ഞ് ഇത് വർദ്ധിക്കുകയാണ് ചെയ്യുക. കുട്ടിയെ ശിക്ഷിക്കുക എന്നത് ആരും കാണുന്നില്ല.
നാം ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നിന് അടിപ്പെട്ടു പോയ കുട്ടിയെ അതിൽ നിന്ന് മുക്തമാക്കാൻ ആരും ശിക്ഷിക്കാൻ പുറപ്പെടുന്നില്ല. അപ്പോൾ ആവശ്യം കുട്ടി എത്ര കണ്ട് മയക്കുമരുന്നിന് അടിപ്പെട്ടു പോയി, പ്രാരംഭ നിലയാണെങ്കിൽ കൗൺസിലിംഗ് മതിയാവും, അതിലൂടെ ഒഴിവാക്കാൻ പറ്റും. അത് കടന്നുപോയെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ടതായിരിക്കും. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കണം. ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞ കുട്ടി തിരിച്ചു വരുമ്പോൾ, അത് കുട്ടിയായാലും മുതിർന്നയാളായാലും, ആ തിരിച്ചു വരുമ്പോൾ ആ കുട്ടിയെ ഒറ്റപ്പെടുത്താൻ പാടില്ല. കുടുംബം ഒറ്റപ്പെടുത്താൻ പാടില്ല, സ്കൂൾ ഒറ്റപ്പെടുത്താൻ പാടില്ല, കുട്ടിയെ മാറ്റി നിർത്താൻ പാടില്ല, കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന നിലയായിരിക്കണം. അങ്ങനെ കുട്ടിയെ തിരിച്ചു വന്നതിൽ നിന്ന് നല്ലതുപോലെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. വീണ്ടും മയക്കുമരുന്നിലേക്ക് പോകത്തക്ക സാഹചര്യം കുടുംബമോ സ്കൂളോ സൃഷ്ടിക്കാൻ പാടില്ല. സമൂഹവും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. നല്ല തയ്യാറെടുപ്പ് ഇപ്പൊ നടന്നിട്ടുണ്ട്. നല്ല നിലക്ക് ആ പരിപാടി നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. നിങ്ങളൊരു യാത്രാപ്രേമിയാണോ? ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ? പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത. അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ സർവീസ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ, പാസ്പോർട്ട് സർവീസസ്, ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ്, ക്രൂസ് പാക്കേജസ്, PCC ആൻഡ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്, ട്രാവൽ ഇൻഷുറൻസ്, ഹജ്ജ് ആൻഡ് ഉംറ സർവീസസ്, സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ്, ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ്, സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ, ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേയ്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു. ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട. അക്ബർ ഹോളിഡേയ്സിനൊപ്പം ലോകം ചുറ്റാം. Akbar Travels, your reliable travel partner.